ഓണസദ്യ ഒരുക്കാൻ ഓട്ടപ്പാച്ചിലിലാണ് കാറ്ററിംഗ് മേഖല. നഗര, പട്ടണ, ഗ്രാമീണ മേഖലകളെന്ന വ്യത്യാസമില്ലാതെ ഉപഭോക്താക്കൾക്കായി ആവശ്യാനുസരണം സദ്യ ഒരുക്കി എത്തിക്കുകയാണിവർ. എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം തകൃതിയായതിനാൽ കാറ്ററിംഗ് ഏജൻസികൾക്ക് ബുക്കിംഗിനും പഞ്ഞമില്ല. അതിതീവ്ര മഴയും പ്രളയവും ഇക്കുറി ഓണത്തിന് ശോഭ കെടുത്തിയെങ്കിലും കേറ്ററിംഗ് അസോസിയേഷൻ ഓണവിപണിയെ സജീവമാക്കുകയാണ്. വൈവിധ്യമാർന്ന ഓണ വിഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം നഗര, പട്ടണ, ഗ്രാമ വ്യത്യാസമില്ലാതെ അവർ എത്തിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് കേറ്ററിംഗ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രശാന്ത് ആതിരയാണ്. പ്രശാന്ത്, എങ്ങനെയാണ് ഓണത്തെ വരവേൽക്കുന്നത് നിങ്ങളുടെ കേറ്ററിംഗ്? ഓണം കേറ്ററിംഗ് അസോസിയേഷനെ സംബന്ധിച്ചോളം ഓണസദ്യ, ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഓണസദ്യ ഏറ്റവും മംഗളകരമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ, ഹൃദ്യമായ രീതിയിൽ നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തുടനീളമുള്ള കേറ്ററിംഗ് അസോസിയേഷന്റെ അംഗങ്ങളെല്ലാവരും തന്നെ. നമുക്ക് ഇപ്പം ആദ്യമേ ഇന്ന് മുതൽ അല്ലെ നാളെ മുതൽ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണസദ്യ അത് 10, 20, 50, 100 പേർക്ക് വരെ സ്ട്രെങ്ത് അനുസരിച്ച് ആ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും മറ്റും സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ അവിടെ ഒരു ദിവസം തന്നെ 4-5 സ്ഥലങ്ങളിലേക്ക് സദ്യകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഓണ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവോണ, ചതയം പോലുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഇപ്പം ഓണസദ്യ നൽകുന്നതിന് വേണ്ടി കുടുംബങ്ങൾ ഞങ്ങളെയാണ്, കേറ്ററിംഗുകാരെയാണ് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ പോലെ ആളുകൾക്ക് വീട്ടിൽ തയ്യാറാക്കാനുള്ള സൗകര്യക്കുറവ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ അസോസിയേഷനും ഭവനങ്ങളിലേക്കുള്ള, അത് ഒരു മിനിമം ഒരു 3 പേർക്ക് എങ്കിലും ഉള്ള സദ്യ പായ്ക്ക് ചെയ്ത് ഭവനങ്ങളിൽ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലും അതുപോലെ തന്നെ IT മേഖലയിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ അതിന്റെയൊക്കെ പാചകവും മറ്റ് പാക്കിങ്ങും ഒക്കെ. അത് എങ്ങനെയൊക്കെയാണ്? സദ്യയുടെ പാചകം എല്ലാ സ്ഥലത്തേക്കും കൊടുക്കേണ്ടത് പാചക രീതിയിലും മറ്റ് പാക്കിംഗ് രീതിയിലും ഒന്നും പ്രകടമായ വ്യത്യാസങ്ങളില്ല. കാരണം പാക്കിംഗ് രീതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലായിരുന്നു 3 പേർക്ക് മുതൽ 3 പേർക്കുള്ള ഒരു സെക്ഷൻ, 5 പേർക്കുള്ള ഒരു സെക്ഷൻ, അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഞങ്ങളിതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രകൃതി സൗഹൃദമായിട്ട് തന്നെ മറ്റൊരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട്, മുള കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിലെ പച്ചടി, കിച്ചടി അങ്ങനെയുള്ള സീൽഡ് ചെയ്ത പാത്രങ്ങൾ ഒന്നിച്ചാക്കി അത് മുള കൊണ്ടുള്ള പാത്രങ്ങളാകുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധിവരെ തടയാനും സാധിക്കുമെന്നുള്ളതുകൊണ്ട് അത് മാറ്റി മുളയുടെ പാത്രങ്ങളിലാണ് ഇത്തവണ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് കേറ്ററിംഗ് പ്രവർത്തകർ ഓണസദ്യ നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് പട്ടണങ്ങളിലും നഗരങ്ങളിലും വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അങ്ങനെ തന്നെ ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. പാചകവാതത്തിനും അതുപോലെ തന്നെ ഈ ഭക്ഷ്യ ഉൽപ്പന്നവും ഒക്കെ വില വർദ്ധിച്ചപ്പോഴേ ഓണം എങ്ങനെയാണ്? അത് തന്നെയാണ് പ്രതീക്ഷകൾ ഞങ്ങൾക്ക് ഏറെയാണ്, അതിലേറെയാണ് പ്രതിസന്ധി. അതാണ് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകം. ഈ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന വിലവർദ്ധനമെന്ന് നമുക്ക് പറയേണ്ടി വരും. ലഭ്യതക്കുറവ് ഒരു സൈഡിൽ പ്രശ്നമായിട്ട് നിൽക്കുമ്പം ഈ വില ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും മാന്യമായ വിലയ്ക്ക്, ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ വിലവർദ്ധന ഞങ്ങളെ അത് സഹായിക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ സമയത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഉണ്ടായിരുന്ന വില ഇപ്പോൾ വീണ്ടും അത് അതേ ലെവലിലേക്ക് തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമുക്കൊരു 40 രൂപ 45 രൂപയ്ക്ക് വന്നിരുന്ന തേങ്ങയൊക്കെ ഇപ്പം 65, 70, 75 പോയി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പൊ തന്നെ നമുക്കിപ്പോ പ്രശാന്തിന്റെ ഒരു കേറ്ററിംഗ് ആണ് നമുക്ക് ഈ വിഷയിൽ കാണാൻ പറ്റുന്നത്. ഇവര് മാസങ്ങൾക്ക് മുമ്പായിരിക്കുമല്ലോ ബുക്ക് ചെയ്തത്. അതിനുശേഷം ഉണ്ടായ വിലവർദ്ധന എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക? അതൊരു ഈ കസ്റ്റമറോട് ചോദിക്കാൻ തന്നെ പറ്റത്തില്ലല്ലോ. അത് ഒരു സദ്യയെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കേണ്ട, ഒരു വിവാഹം 5-6 മാസമോ ചിലപ്പോൾ 1 വർഷമോ മുമ്പോ നമ്മൾ ബുക്ക് ചെയ്യുന്ന അതാണ് വിവാഹ സദ്യകളൊക്കെ. ഒരു വിവാഹത്തിന്, പ്രത്യേകിച്ചും ഹിന്ദു വിവാഹങ്ങളിൽ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, കേറ്ററിംഗ് ബുക്ക് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഏതാണ്ട് 1 വർഷം 6 മാസം മുമ്പ് നമ്മൾ എടുക്കുന്ന ഓർഡറുകളാണ് ഈ വർദ്ധിച്ചു വരുന്ന വിലയിലും നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ, നമുക്ക് കസ്റ്റമറോട് വില കൂടിയത് കൊണ്ട് ഇനി കൂട്ടിത്തരണമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവർക്ക് ഒരു ബഡ്ജറ്റ് കാണുമല്ലോ, നമ്മൾ അതും മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ത്യാഗം സഹിച്ചോ നഷ്ടം സഹിച്ചോ ആണ് ഇന്ന് കേറ്ററിംഗ് മേഖല മുന്നോട്ട് പോകുന്നതാണ് അതിന്റെ റിയാലിറ്റി. സർക്കാരിനോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെ ഓണക്കാലത്തെയുള്ള വിഭവ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരു വിരത്തുമ്പിൽ എവിടെയാണെങ്കിലും
അകത്തുള്ള എവിടെയാണെങ്കിലും ഒരു വിലത്തുമ്പിൽ എത്തിക്കാനുള്ള സജീവ ഏർപ്പാടിലാണ് കേറ്ററിംഗ് അസോസിയേഷനും അതിന്റെ ഭാരവാഹികളും അതിന്റെ പ്രവർത്തകരും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.